നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് BCIL ബോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ വേക്കൻസിയാണ്, ന്യൂ വേക്കൻസിയാണ്, ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ പോസ്റ്റിംഗ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജമ്മുവിലായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇതിനകത്ത് വളരെയേറെ വേക്കൻസി ഉണ്ട്. എല്ലാ കാറ്റഗറിയിലും പെട്ടവർക്കുണ്ട്. 10ാം ക്ലാസ്സുകാർക്ക് പറ്റിയ വേക്കൻസി ഉണ്ട്, 12ാം ക്ലാസ്സുകാർക്ക് പറ്റിയതുണ്ട്. അത് കണക്ക് നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ബിടെക് അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ITക്കാർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാം. എല്ലാ തരത്തിലുമുള്ള ആ വേക്കൻസി ഇതിനകത്തുണ്ട്. നിങ്ങൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ കാണിക്കാം. അതിനു മുന്നേ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തോട്ടെ. BCIL ഞാൻ പറഞ്ഞു, ന്യൂ റിക്രൂട്ട്മെന്റ് 2026. MTSന്റെ പോസ്റ്റ് ഉണ്ട്, ഓഫീസ് അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ഉണ്ട്, DEOയുടെ പോസ്റ്റ് ഉണ്ട്, ലാബ് അറ്റൻഡന്റിന്റെ ഉണ്ട്, ഫാർമസിസ്റ്റിന്റെ ഉണ്ട്, നേഴ്സിന്റെ ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് വളരെയേറെ പോസ്റ്റ് ഉണ്ട്. MTSന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതാണ് 10ാം ക്ലാസ് മാത്രം പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നോട് ചോദിക്കാൻ, ഞങ്ങൾക്ക് എന്നാ ജമ്മുവിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയാണോ? കേരളത്തിൽ വേക്കൻസി ഉണ്ട്, പക്ഷേ നമുക്ക് കിട്ടുന്ന വേക്കൻസികൾ ജോലി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ ജമ്മുവിൽ പോയി എൻജോയ് ചെയ്യണം. ജമ്മുവിൽ 2-3 വർഷം എൻജോയ് ചെയ്ത് അവിടുത്തെ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതുമായിട്ട് തിരിച്ചു വന്ന് നമുക്ക് ഏത് ഇന്ത്യ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എവിടെ നിങ്ങൾക്ക് അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ അതിന് വാല്യൂ ഉണ്ട്. അതുകൂടാതെ പലരും നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, കേരളീയ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലുണ്ട്, സൗത്ത് ഇന്ത്യയിലുണ്ട്, ഈസ്റ്റ് ഇന്ത്യയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. അവർക്ക് ഇത് ഹിന്ദി അറിയാവുന്നവരുണ്ട്, അറിയാൻ മേലാത്തവരുണ്ട്. അവർക്കൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് ഒരിക്കലും പറയല്. നിങ്ങൾ ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും പഠിക്കുക, അറിയാൻ മേലാത്തവര്. കാര്യം നമ്മുടെ കേരളം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചലിക്കുന്ന ഇംഗ്ലീഷാണ്. നമ്മുടെ കേരളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഭാഷ ഇംഗ്ലീഷാണ്. ഹിന്ദിയൊക്കെ പഠിച്ചു വരുവാൻ സമയമെടുക്കും. ഇംഗ്ലീഷ് നമുക്ക് കുറച്ചേറെ അറിയാവുന്നത് കൊണ്ട് അതിൽ ഇച്ചിരി ഫ്ലുവന്റ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. നമുക്ക് അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ നമ്മുടെ ഒരു ഭാഷ ഇംഗ്ലീഷ് അല്ലാത്തത് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ അതിനകത്ത് വലിയ കഴിവില്ല. അപ്പൊ സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ഏതെല്ലാം തരത്തിലുള്ള ആപ്പുകളാണ് വരും. നിങ്ങൾ മനുഷ്യരുമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ സംസാരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഞാനും 10ാം ക്ലാസ് പാസ്സായി ITI കഴിഞ്ഞപ്പോഴത്തേക്ക് അതും നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അരുണാചൽ പ്രദേശിലായിരുന്നു ഏറ്റവും ബോർഡർ. അതായത് നമ്മുടെ അത് കഴിഞ്ഞാൽ പിന്നെ ചൈനയാണ്, ടൂട്ടിങ് കഴിഞ്ഞാൽ ചൈനയാണ്. അപ്പൊ ആ ഒരു ബോർഡറിൽ പോയപ്പോൾ എനിക്ക് ഇംഗ്ലീഷും അറിയത്തില്ലായിരുന്നു, ഹിന്ദിയും അറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് അന്നേരം ജോലി ആവശ്യമായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ അവിടെ പോയി ജോലി ചെയ്ത് എനിക്ക് ഭാഷ പഠിച്ച് കുറച്ചൊക്കെ ഞാൻ ഇംഗ്ലീഷും ഒക്കെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അത്രയേ ഉള്ളൂ. നിങ്ങൾ ജമ്മുവിലാണെന്ന് വെച്ച് നിങ്ങൾ തള്ളിക്കളയല്ലേ. ഞാൻ പറഞ്ഞു, MTSന്റെ പോസ്റ്റ് ഉണ്ട്, ഓഫീസ് അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ഉണ്ട്, DEOയുടെ പോസ്റ്റ് ഉണ്ട്, ലാബ് അറ്റൻഡന്റിന്റെ പോസ്റ്റ് ഉണ്ട്, ഫാർമസിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ട്, നേഴ്സിന്റെ എല്ലാ പോസ്റ്റുകളും ഉണ്ട്. വേരിയസ് വേക്കൻസീസ് ആണ്. ആളിന്റെ മെയിൽ ഫീമെയിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്കിയാൽ ഇവിടെ 10th 12th ITI ഗ്രാജുവേറ്റ്, PG, ഡിപ്ലോമ ഇങ്ങനെയുള്ള എല്ലാ തരക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കിനി ഇതിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ വന്ന് ഇത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞോട്ട് ഓഫ്ലൈനാണ്. നിങ്ങൾ ഇതിനകത്ത് പ്രിന്റ് ഔട്ട് എടുക്കണം. ആ പ്രിന്റ് ഔട്ട് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊറിയറിലൂടെ അയക്കല്ലേ. 2 തരത്തിലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, രജിസ്റ്റേർഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബാക്കി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ഏതെല്ലാം പോസ്റ്റുകളാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാൻ പറ്റും. ബോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്റർപ്രൈസസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് broadcasting. Applications are invited for recruitment of following manpower pool on contract basis for deployment in the office of എയിംസിലേക്കാണ്. നിങ്ങൾക്ക് ജമ്മുവിൽ എയിംസിലേക്കാണ്. നല്ല ഡിപ്പാർട്ട്മെന്റിലാണ്. നിങ്ങൾക്ക് അതിന്റെയൊക്കെ നിങ്ങൾ കോൺട്രാക്ട് ബേസിക്കിലാണെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതൊക്കെ കോൺട്രാക്ട് ബേസിക്കിലേ ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 2-3 വർഷത്തെ, അപ്പൊ നിങ്ങൾ ജമ്മുവിലാണെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ജമ്മുവിൽ ജോലി ചെയ്യും. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ജമ്മു കാശ്മീർ. കാശ്മീർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ. അവിടെ ജോലി ചെയ്യാം. 1-2 വർഷം ജോലി ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമായിട്ട് തിരിച്ചു പോവാ. എയിംസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിലമതിക്കുന്നതാണ്.
അപ്പൊ നമുക്ക് ഇതിന്റെ ഏതൊക്കെ പോസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ വരുന്ന ജൂനിയർ ടെക്നീഷ്യൻ ആണ്. ഇതിന്റെ എസെൻഷ്യൽ BSc ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 35,400 രൂപ വരെ നിങ്ങൾക്ക് ഇതിന്റെ ശമ്പളമുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഏജിനെ പറ്റി താഴെ പറയുന്നുണ്ട്. ഞാനത് താഴെ നോട്ടിഫിക്കേഷൻ ചെല്ലുമ്പോഴേ എനിക്ക് ആ ഏജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജൂനിയർ ടെക്നീഷ്യന്റെ പോസ്റ്റ് ഉണ്ട്. 10+2 നിങ്ങൾ പാസ്സായാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോണം. ജൂനിയർ ടെക്നീഷ്യൻ റെസ്പിറേറ്ററി പ്രിലിമിനറിയുടെ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് BSc MLT നിങ്ങൾക്ക് 35,400 ഉണ്ട്. ഇതെല്ലാം 35,400 വരുന്നത്. ജൂനിയർ ടെക്നീഷ്യന്റെ ആണ് കൂടുതൽ പോസ്റ്റ് വരുന്നത്. ഇവിടെ നോക്കുക, അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പോസ്റ്റ് ഉണ്ട്. ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 44,900 രൂപ നിങ്ങൾക്ക് ഉണ്ട്. ഓരോ പോസ്റ്റ് നിങ്ങൾ സെക്യൂരിറ്റി ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്. അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്. 35,400 വരെ ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ ഓരോ പോസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ഉണ്ട്. അത് എയിംസിന്റെ ഇതായതുകൊണ്ടാണ് കൂടുതലും മെഡിക്കൽ തരമായിട്ടുള്ള ഇതിനകത്ത് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ അതിനെപ്പറ്റി ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് വരുന്നത്. ഗ്യാസ് പമ്പ് മെക്കാനിക്കിന്റെ പോസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ITI മതി. ITI ഡിപ്ലോമ ഇതിനകത്ത് പറയുന്ന ട്രേഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ITI ഡിപ്ലോമ. ഇനി ലീഗൽ അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ഉണ്ട്. താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് MTSന്റെ പോസ്റ്റ് കാണാം. അവിടെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായാൽ മതി. ഇവിടെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ നോക്കൂ എന്തുമാത്രം പോസ്റ്റാണ്. നമ്മൾ എത്ര നോക്കിയാലും പോസ്റ്റുകൾ, അതായത് ഇതിന്റെ ക്വാണ്ടിറ്റി കുറവാണ്. ഡ്രൈവറുടെ പോസ്റ്റ് ഉണ്ട്. ഓർഡിനറി ഗ്രേഡ് ആണ് ഇതിനകത്ത് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് പ്രോഗ്രാമറുടെ പോസ്റ്റ് ഉണ്ട്. PCC പോസ്റ്റ് ഉണ്ട്. MTSന്റെ ഇവിടെ ഞാൻ പറയാം എസെൻഷ്യൽ 10th പാസ് ഓർ ITI ഈക്വലന്റ്. നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായാൽ മതി. അല്ലെങ്കിൽ ITI പഠിച്ചവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 18,834 രൂപ വളരെ കുറവൊന്നുമല്ല. നിങ്ങൾക്ക് 2-3 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇത് 18,834. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോണം. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മിനിമം ഏജ് മാക്സിമം ഏജ് ലിമിറ്റ് വുഡ് ബി ആപ്ലിക്കബിൾ ഓൾസോ പബ്ലിഷിംഗ് ഡേറ്റ് ഓഫ് ദ അഡ്വർടൈസ്മെന്റ്. അവർ ആ ഡേറ്റിനെ പറ്റി എന്നാലും 18 തൊട്ട് 45 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇത് ആപ്ലിക്കേഷൻ ഫോർ സെലക്ഷൻ ഓഫ് ദ എബോവ് പോസ്റ്റ് വിൽ ബി ത്രൂ സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡ് പോസ്റ്റ്. നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം നിങ്ങളെ. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഇവിടെ ഈ ഒരു ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് പ്രിന്റ് ഔട്ട്, ഇതിന്റെ ആദ്യം പ്രിന്റ് ഔട്ട് എടുക്കണം. അതിന് ഫില്ലപ്പ് ചെയ്ത് നിങ്ങൾ ഇവർ ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. ആ അഡ്രസ്സ് നിങ്ങൾ അയക്കണം. സ്പീഡ് പോസ്റ്റോ രജിസ്റ്റർ ആയിട്ടോ നിങ്ങളെ അയക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കൊറിയറിലൂടെ അയക്കാൻ പറ്റത്തില്ല. ഇനി ഇവിടെ ഞാൻ ഇത് പറഞ്ഞ് കാറ്റഗറി ആപ്ലിക്കന്റ് പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട്. കാറ്റഗറി വൈസ് ആപ്ലിക്കന്റ് പ്രോസസ്സിംഗ് ഫീസ് ഇതിനകത്ത് SC ST PWDക്ക് നില്ലാണ്. നിങ്ങൾക്ക് അതർ കാറ്റഗറീസ് 295 രൂപയുടെ കാര്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് അവിടെ ലിങ്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തപ്പേണ്ട കാര്യമില്ല. ഇനി ഇത് ഇൻട്രസ്റ്റഡ് ആപ്ലിക്കന്റ് മറ്റ് സബ്മിറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ എലോങ് വിത്ത് കോപ്പീസോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കും. സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേർഡ് പോസ്റ്റ് ഒളി അഡ്രസ് ഇഷ്ടു. ഇവിടെ ഈ അഡ്രസ് പറയുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് BCIL. ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് BCL ഭവൻ, ഇവിടെ വരുമ്പോൾ BCL ഭവൻ 656A 17 സെക്ടർ 62 നോയിഡ UP. ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ അയക്കേണ്ടത്. UPയിലല്ല, നിങ്ങൾക്ക് അവർ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് ജമ്മുവിലാണ് ജോലി എന്ന്. ഞാൻ നിങ്ങളുമായിട്ട് എപ്പോഴും സംസാരിക്കുമ്പോൾ ഹൈഡ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാറില്ല. എല്ലാം നിങ്ങളെ ആദ്യം തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ അതിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷന്റെ കൂടെ എഡ്യൂക്കേഷൻ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണം. 10th 12th നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് കൊടുക്കാൻ. ബർത്ത് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ്, നിങ്ങൾക്ക് ഇത് എലിജിബിൾ റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ആപ്ലിക്കബിൾ അത് കൊടുക്കണം. ഇവിടെ എക്സ്പീരിയൻസിന്റെ കാര്യമൊന്നും പറയുന്നില്ല. പാൻ കാർഡ്, ആധാർ കാർഡ്, കോപ്പി ഓഫ് EPF ESI, അങ്ങനെ നിങ്ങൾക്ക് EPF ESI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PF ഒക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. ബാങ്ക് പാസ്ബുക്ക് നിങ്ങൾക്ക് കൊടുക്കണം. നിങ്ങളുടെ ജനറൽ ഇൻസ്ട്രക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയാൽ മതി. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ് വാചാലനാകുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് ആരെങ്കിലും നിങ്ങൾ നോർത്ത് ഇന്ത്യ വർക്ക് ചെയ്യുന്നവരോ ജമ്മു കാശ്മീരിൽ വർക്ക് ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. അവർക്ക് ഇത് വളരെ ഇത് ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ BCIL ഈസ് ടു 18/2, അതായത് ഈ മാസം 18-ന് മുന്നേ അവർക്ക് കിട്ടിയിരിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക.
താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുക്കണം. ഈ ഒരു പേജ് മാത്രം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. ആപ്ലിക്കന്റ് പോസ്റ്റ്, നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഇവിടെ അപേക്ഷിക്കണം. വളരെയേറെ പോസ്റ്റ് ഉണ്ട്. അത് ഏത് പോസ്റ്റാണ് നിങ്ങൾ ഇവിടെ എഴുതണം. കാൻഡിഡേറ്റ് നെയിം മിസ്റ്റർ, മിസ്സസ്, എന്നുള്ള ഇവിടെ കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ പേര്, കാൻഡിഡേറ്റ് നെയിം കൊടുക്കണം. നിങ്ങളുടെ ഫാദർ നെയിം കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ആധാർ നമ്പർ കൊടുക്കണം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. പാൻ നമ്പർ കൊടുക്കണം. കാറ്റഗറി ജനറൽ ആണ്, OBC ആണ്, SC ആണ്, ST, PH അതാണെങ്കിൽ കൊടുക്കണം. നിങ്ങളുടെ മാരിറ്റൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അൺമാരീഡ് ആണോ, വിഡോയാണോ, അൺമാരീഡ് ആണോ എന്നുള്ളത് കൊടുക്കണം. നിങ്ങളുടെ നാഷണാലിറ്റി കൊടുക്കണം. റിലീജിയൻ കൊടുക്കണം. പെർമനന്റ് അഡ്രസ് കൊടുക്കണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവർ ചോദിക്കുന്നുള്ളൂ. 10th പാസ്, കോഴ്സ് നെയിം ആൻഡ് യൂണിവേഴ്സിറ്റി, നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചാണെങ്കിൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് കൊടുക്കണം. ടോട്ടൽ മാർക്ക് പറയുന്നത് നിങ്ങളുടെ ആ ടോട്ടൽ മാർക്ക് എത്രയിലായിരുന്നു നിങ്ങൾ പരീക്ഷ എഴുതിയ, അതിന്റെ എത്ര മാർക്ക് നിങ്ങൾക്ക്, എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി, പെർസെന്റേജ് എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ടോട്ടൽ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കണം. ഇല്ലെങ്കിൽ NA എന്ന് എഴുതുക. ഇനി റെഫറൻസ്, നിങ്ങളുടെ ആരുടെയെങ്കിലും 2-3 അയൽവക്കക്കാരുടെ 2 റെഫറൻസ് നമ്പർ കൊടുക്കണം. അവരുടെ പേര്, നാളെ, അവരുടെ അഡ്രസ്സ്, പിന്നെ കോണ്ടാക്ട് നമ്പർ. ലാംഗ്വേജ്, നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാവുന്നുള്ള ഇവിടെ കൊടുക്കണം. നിങ്ങളുടെ പ്ലീസ് അറ്റാച്ച് സെൽഫ് അറ്റസ്റ്റഡ്, നിങ്ങൾ ഈ കോപ്പി, എഡ്യൂക്കേഷന്റെ കോപ്പി അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ 2 പേജ് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് അത് ഫില്ലപ്പ് ചെയ്ത് നിങ്ങൾ കൊറിയറിലൂടെയോ അല്ലെങ്കിൽ രജിസ്റ്റർ ID ആയിട്ടോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇവിടെ അഡ്രസ്സ് ഞാൻ പറഞ്ഞ ഏത് അഡ്രസ്സിലാണെന്നുള്ളത് ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് അത് തപ്പലാകല്. നിങ്ങൾക്ക് ഞാനിവിടെ അഡ്രസ്സ് പറയുന്നുണ്ട്. ഇവർ ഈ ഒരു അഡ്രസ്, പോസ്റ്റ് കാർട്ടിംഗ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്നുള്ള ഇതിൽ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.